ഹീസ് എ ഡയറക്ടേഴ്സ് ആക്ടർ. ഒന്നാമത് ഹെഡ് ഏക്സ് ഒന്നും ഉണ്ടാക്കത്തില്ല. പിന്നെ അദ്ദേഹത്തിന് അയാളുടേതായ ശൈലിയുണ്ട്. ആൻഡ് ഹീസ് ആൻ ഇവോൾവിങ് ആക്ടർ. കാരണം ഓരോ സിനിമ കഴിയുമ്പോഴും ഇങ്ങനെയാണ്, എല്ലാവരും ഇങ്ങനെ പോളിഷ്ഡ് ആയിട്ട് വരുവാണല്ലോ. പക്ഷെ എനിക്ക് ആസിഫിനെ ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഹീസ് എ ഡയറിങ് ആക്ടർ. ഞാൻ ഉയരെ എന്ന് പറഞ്ഞ സിനിമയില് ആ ക്യാരക്ടർ ചെയ്തപ്പോൾ ഞാൻ ഭയങ്കരമായിട്ടും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഒരു സമയത്ത് ബോളിവുഡിലൊക്കെ ഉണ്ടായിരുന്നു ഹീറോസ് വില്ലൻ വേഷം ചെയ്യും, അങ്ങനെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അത് റൈറ്റേഴ്സിനൊക്കെ ഭയങ്കര ഗുണകരമായിരുന്നു. നമുക്ക് സബ്ജക്ട്സ് എങ്ങനെ വേണേലും എങ്ങോട്ട് വേണേലും കൊണ്ടുപോവാം. അതാണ് ആസിഫിന്റെ ഒരു വലിയ ക്വാളിറ്റി. അല്ലാതെ ഒരു നെഗറ്റീവ് ചെയ്യുന്നതെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് എന്തെങ്കിലും പെർഫോം ചെയ്യാനുണ്ടെങ്കിൽ അദ്ദേഹം അതിന്റെ ക്യാരക്ടറിന്റെ സൈസോ അല്ലെങ്കിൽ അതിന്റെ സ്വഭാവമോ ഒന്നും നോക്കത്തില്ല. എന്താണ് എനിക്ക് പെർഫോം ചെയ്യാനുള്ളത് അങ്ങനെ ഒരു ടോട്ടാലിറ്റി ഓഫ് ദി സിനിമ നോക്കിയിട്ട് ഇത് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പൊ മമ്മൂക്കയുടെ റോഷാക്കില് ഫേസ് പോലും ഇല്ല, വെറും ഒരു കണ്ണ് മാത്രമേ ഉള്ളൂ. ബട്ട് ഹി ഡിഡ് ദാറ്റ്. മനസ്സിലായോ? എത്ര പേര് ചെയ്തു. ചിലര് എനിക്ക് അതിനകത്ത് എന്റെ ഫേസ് കാണിക്കുന്നില്ല. അപ്പൊ എനിക്ക് അതിനകത്ത് ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ട്. എന്റെ സ്ക്രീൻ സ്പേസ് എന്തോരം ഉണ്ട്, എന്റെ ക്യാരക്ടർ ഇതാണോ പോസിറ്റീവ്, അയ്യോ ഞാൻ അങ്ങനെ ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ റേപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ അത് ചെയ്യുന്നു, അബ്യൂസ് ചെയ്യുന്നു. എന്റെ ഓഫ് ഇതൊരു ക്യാരക്ടറാണ്, ഇത് എന്ന് പല ആക്ടേഴ്സും മറക്കുന്നുണ്ട്. നോട്ട് എവ്രി വൺ. ഞാൻ പറഞ്ഞത് അങ്ങനെ Correct. ഒരു ചിന്താഗതിയുണ്ട്, അത് മാറണം. അപ്പൊ അത് എനിക്ക് ആസിഫിലുള്ള ഏറ്റവും വലിയ ഇതാണ്, ഈസ് എ ഗുഡ് ആക്ടർ ആൻഡ് ഈസ് എ ഡയറിങ് ആക്ടർ. അത് തന്നെയാണ് എനിക്ക് ആസിഫിനോട്. പിന്നെ ഈസ് എ ഡയറക്ടേഴ്സ് ആക്ടർ. ഞാനിപ്പോഴും ആസിഫിനോട് ജോക്കായിട്ട് വരും. ആസിഫ് ഇങ്ങനെ ഒറ്റ കാര്യത്തിലുള്ളൂ, ഒന്ന് വിളിച്ച് ഫോണിൽ കിട്ടാൻ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ, കിട്ടിയാലും എന്തെങ്കിലും ഓക്കെ വിളിക്കാൻ അറിയാം.